2016 അബുദാബി കർമേൽ IPC സഭയിൽ മുസ്തഫ മീറ്റിങ്ങിന് ഞാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ഒത്തിരി ക്ഷീണിതനായി എന്നെ ദുബായിൽ നിന്ന് കൊണ്ടുപോയ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഒരു യവനക്കാരനായ സഹോദരൻ ഓടി എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ഞാൻ ക്ഷീണിതനായി ആ വണ്ടി ഡോറ് തുറന്ന് ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഇവൻ ഒത്തിരി നിരാശകനാ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, 9 മാസമായി എനിക്ക് സാലറി കിട്ടിയിട്ട് എൻ്റെ കമ്പനി ഞാൻ ഇപ്പോൾ പോകുന്ന ആ കമ്പനി വളരെ വല്ലാത്ത അവസ്ഥയിൽ പോവുകയാണ്. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചു. വാഹനത്തിൽ കയറി ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പ്രൈസ്തലോ സഹോദരന്മാരും അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു നിമിഷം ആ പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദുബായ് അടുക്കാറായപ്പോൾ എനിക്കൊരു ദൈവാത്മ ഒരു ദർശനം തന്നു, ആ സഹോദരനെ വിളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, സഹോദരാ, നാളെ നിങ്ങളുടെ കമ്പനിയിൽ വന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ തയ്യാറാ. നിങ്ങളുടെ കമ്പനിയുടെ MD എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഉടനെ ആ വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പോലൊരു ദൈവദാസന എൻ്റെ കമ്പനിയുടെ MD എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആ കമ്പനി പോയി പ്രാർത്ഥിച്ചു കേട്ടോ. ജോലിക്കാരുടെ പൈസ കൊടുത്തിട്ട് 9 മാസമായി. ആ ദൈവദാസൻ്റെ കുഴപ്പമല്ല, അദ്ദേഹമാകെ വളരെ ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ആ കമ്പനി പോയി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ പ്രിയ അങ്കിളിനോട് ഇങ്ങനെ പറഞ്ഞു, അങ്കിളെ, ഇന്ന് ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ വരും, അങ്കിളിന് വേണ്ടി രാത്രിയിൽ പക്ഷവാതം ചെയ്യുവാൻ ഞാൻ വരികയെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ദൈവം തന്നൊരു വാക്യം ഇതാണ്, യെശയ്യാ 59:16. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആരുമില്ലെന്നവൻ കണ്ടു പക്ഷവാതം ചെയ്യുവാൻ. എത്രയോ ദൈവദാസന്മാരെ ആ ദൈവദാസൻ അവിടെ ഇറക്കിയിട്ടുണ്ട്, എത്രയോ പേർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇന്നാരുമില്ല ആ ദൈവദാസന് വേണ്ടി കരയുവാൻ. ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ ആ ദൈവദാസനെ. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോടൊപ്പം ഞാൻ കരയാൻ വരികയെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ലൈവ് ഉള്ളതുകൊണ്ട് പേരൊക്കെ ഞാനങ്ങ് പറയാം, അദ്ദേഹം കൂടെ കേൾക്കട്ടെ. തോമസ് മേമന, അച്ചായൻ, അബുദാബിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാ. 72 വയസ്സുണ്ട്. സ്തോത്രം. വാളക്കുഴിക്കാരൻ. പ്രിയരെ, പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ദൈവശബ്ദം കിട്ടിയത് വെളുപ്പിന് 2:30 മണിക്കാണ്. വൈകിട്ട് 10 മണിക്ക് 7:30 ആയപ്പോൾ കയറി പ്രാർത്ഥിക്കായിരുന്നു. 10 മണിയായപ്പോൾ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ എഴുന്നേറ്റു. വീണ്ടും 10:45 ആയപ്പോൾ വീണ്ടും ഇരുന്നു. പിന്നെ എഴുന്നേൽക്കുന്ന 2:30 ഒരു ശബ്ദം കിട്ടി, ഇന്ന് 11:30 മണിക്ക് അത്ഭുതം നടക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വിശ്രമിക്കാൻ പോവാ, ശബ്ദം കിട്ടി, എനിക്ക് ഉറപ്പായി, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പോയി കിടന്നു. 5 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അബുദാബി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്കണം, ഞാൻ ബസ്സിന് കയറി ദുബായിലേക്ക് പൊക്കോളാം. ഞാൻ ദുബൈയിൽ 8:30 ആയപ്പോൾ വന്നു. 10 മണിയായപ്പോൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരും ഇതുവരെ വിളിച്ചില്ല പാസ്റ്ററെ, മില്യൺ പണം ആമേൻ ഒരു ഷെയ്ക്ക് കൊടുക്കാനുണ്ട്. മില്യൺ പണം, ഗവൺമെൻറ് വർക്കാണ് ചെയ്യുന്നത്. മില്യൺ പണം ഈ മനുഷ്യന് കൊടുക്കാനുണ്ട്. എന്ത് ചെയ്താൽ അറബി കൊടുക്കത്തില്ല. ശക്തമായി പ്രാർത്ഥിച്ചു. 11:30 മണിക്ക് തോമസിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കാരിഫോർ സൂപ്പർ മാർക്കറ്റിൽ നീ വാ, നിനക്ക് തരാനുള്ളത് ഞാൻ തരാം. വെറുതെ പറയുകയല്ല, തനിക്ക് എത്ര കോടി രൂപ കൊടുക്കാനുണ്ടോ ഇടതുകൊണ്ട് ചെക്ക് സൈൻ ചെയ്തിട്ട് ആ ചെക്കുമായി പ്രാർത്ഥിക്കാൻ ഞാൻ പാർത്ത ദുബായിൽ മർദിഫിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ പാർത്ത കാച്ചാണം വർക്കിച്ചാൻ്റെ വീട്ടിൽ വന്നു. പാസ്റ്റർ, എത്ര വർഷമായി കിട്ടാനുള്ള പണമാണെന്നറിയോ? ഇതാ മുഴുവനും കിട്ടി. എന്തിനാ ഇന്ന് രാത്രി പറഞ്ഞത്? വചനം കുന്തമായി അറബിയുടെ അകത്തേക്ക് കയറി, അറബിയുടെ സ്വസ്ഥത കെടുത്തി. പ്രൈസ് ദി ലോർഡ്. തകർന്ന് തരിപ്പണമാകുമെന്ന് പെന്തിക്കോസുകാർ സമുദായക്കാർ മുഴുവനും തോമസിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തോറ്റിട്ടില്ല. ഇന്നും അബുദാബിയിൽ 150 പേർ ജോലി ചെയ്യുന്ന കമ്പനി ഇന്നുകൊണ്ട്. വെറുതെ പറയുകയല്ല.
വെറുതെ പറയുകയല്ല. എന്തിനെന്ന് രാത്രി ഇത് പറയുന്നത്? നിന്നിലൊരു വിശേഷതയുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ ചിലർ പുഷ്ടിപ്പെടും. നീ പ്രാർത്ഥിച്ചാൽ ചില രോഗസൗഖ്യം നടക്കും. നിന്റെ ഭൗതിക വിഷയത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ഉപജീവന മാർഗത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാ പറയുകയാ, അടുത്ത ചില മിനിറ്റുകൾക്കകം എവിടെയൊക്കെ ചില വിടുതലുകൾ, പരാജയം മാറുകയാ, തോൽവി നിന്നെ വിട്ട് ഓടുകയാ. എത്ര കരകയറാൻ നോക്കിയിട്ട് സാധിക്കാതെ പിടിച്ചമർത്തുന്ന ചില പിടികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിച്ഛേദിക്കുകയാ. In the name of Jesus. In the name of Jesus. എന്നെ വിഷിക്കുന്ന ചില വ്യക്തികളോട് ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാ, ചില പിടികൾ വിച്ഛേദിക്കുന്ന രാത്രി. നീ ഉയരാതിരിപ്പാൻ, ആത്മീയ തലത്തിൽ നീ തഴയ്ക്കാതിരിപ്പാൻ, നിന്നിലൊരു ഫലം വെളിപ്പെടാതിരിപ്പാൻ നിന്നെ പിടിക്കുന്ന ഒരു പിടി, ഒരാകർഷണം ഇന്ന് രാത്രി ആത്മാവ് അതിനെ വീഴ്ചാവിക്കുക. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഒത്തിരി പേര് കാണും. പ്രൈസ് ദി ലോർഡ്. അവർ കയ്പിലൂടെ ആയിരിക്കാൻ പോകുന്നത്. നിന്റെ വായിലെ ഒരു വാക്ക് അവരുടെ കയ്പ് മാറുന്നതായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മധുരം മാത്രമല്ല എനിക്കുള്ളത്, എന്നിൽ എന്തോ ഉണ്ട്, ഒരു വിശേഷതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാർത്തോമാ സമുദായത്തിൽ ഇല്ലാത്ത ഒരു വിശേഷത, ഓർത്തഡോക്സ് സമുദായത്തിൽ ഇല്ലാത്തൊരു വിശേഷത, അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയ്ക്ക് ഇല്ലാത്ത ഒരു വിശേഷത, ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയ്ക്ക് ഇല്ലാത്തൊരു വിശേഷത, ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്ക് ഇല്ലാത്തൊരു വിശേഷത, ഷാരോൺ സഭയ്ക്ക് ഇല്ലാത്ത ഒരു വിശേഷത, പ്രൈസ് ദി ലോർഡ് ദി പെന്തക്കോസിന് ഇല്ലാത്തൊരു വിശേഷത, ഫെയ്ത്ത് ചർച്ചിന് ഇല്ലാത്തൊരു വിശേഷത. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സഭയ്ക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്തി പറയുന്ന മറുപടി ഇതാ, മധുരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളിലെ മധുരം മറ്റുള്ളവരും കൂടെ പങ്കിടേണ്ടതാ. ഈ ഉപവാസ പ്രാർത്ഥന അകത്തിരിക്കുന്നവർ മാത്രമല്ല, ഈ മധുരം നുകരുവാൻ ഇനിയും ചിലരുടെ വരും. പ്രൈസ് ദി ലോർഡ്. ഈ മധുരത്തിന്റെ അനുഭവം വാളകം കൊണ്ട്, കുണ്ടറ കൊണ്ട്, ആറുമുറിക്കട കൊണ്ട് ഒതുങ്ങുകയല്ല. ഇവിടുത്തെ മധുരം ചില ഇടങ്ങളിലേക്ക് ദൈവാത്മാവ് ഒന്ന് വെളിപ്പെടുത്തുകയാ. റാമാന ശാംഭൽഖരാധരാധിയാര ചുടൽക്കടകനരഘടകസ്യാധരാധി അമ്പൽ കമനോറിയാനസി അമ്പനാദി. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ഇന്ന് രാത്രി മധുരം മായാൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ ചുറ്റിപ്പാറ്റാൻ കുറെ ഈച്ച കാണും. മിണ്ടുന്നില്ല. ഒരിക്കലും ഈച്ച എവിടെ പോയിരിക്കത്തില്ല മോനെ. കരിക്കട്ട ഇവിടെ പുറത്തു പോയി എന്ത് ചെയ്യത്തില്ല, ഈച്ച ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ശർക്കര കൊണ്ട് എവിടെയെങ്കിലും ഇട്ടേ അവിടെ എന്തോ കാണും. പറ. പ്രൈസ് ദി ലോർഡ്. ഈ സഭ ദൂത് പറയുന്ന അഭിഷക്ത, ഈ സഭ മധുരമുള്ള സഭയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര ഈച്ച കൊണ്ട് ഒതുങ്ങുകയല്ല, ഇനി ഈച്ച വരും. പെട്രോൾ വിഷയമല്ല, ഡീസലും വിഷയമല്ല, ഗ്യാസും വിഷയമല്ല. മൈലുകൾക്ക് അപ്പുറത്തു നിന്നു പ്രവചന ശബ്ദത്തിൽ ദൂത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൈലുകൾക്ക് അപ്പുറത്തു നിന്നു പരിശുദ്ധാത്മാവ് മധുരം നുകരുവാൻ ചിലതിനെ കൊണ്ടുവരുമെന്ന് ഈ രാത്രി പ്രവചന ശബ്ദത്തിൽ ദൂത് പറയുക. ഹല്ലേലൂയ. 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 ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. മധുരത്തെ നിഷ്ഫലമാക്കി കളയുവാൻ ദേശത്തിലെ അധിപതികൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെതിരെ നീ മൗനവ്രതം എടുക്കാതെ,
നീ ആത്മാവിൽ പോരാടാൻ തുടങ്ങണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാ. ആദിമ സഭ നോക്കിക്കേ, പ്രൈസ് ദ ലോർഡ്, മാർക്കോസിന്റെ മാളിക മുറിയല്ലേ, പ്രൈസ് ദ ലോർഡ്. അവിടെ 120 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിക്കകത്ത് ഒരു അഗ്നിനാവ് വെളിപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറയാം, അവർ കാത്തിരുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാ. പ്രൈസ് ദ ലോർഡ്. പിന്നെ ആ സഭ 3000 ആയെന്ന്. പ്രൈസ് ദ ലോർഡ്. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ, ഹല്ലേലൂയ. 100നെ 200 ആക്കി, 200നെ 2000 ആക്കി, 2000ത്തെ 20 ലക്ഷമാക്കാൻ ഉടച്ചുൽ കമനര ഘടക ശൈതരാതി വൈദൽക്കരാധര ഘടക സംഭരാതി ഉടച്ചുരാല ഘടക ശംഭഭാര ഘടക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രാത്രി പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞിട്ട് ദൂത് പറയുന്നത്, നിന്നിലെ മധുരത്തെ കളയിപ്പിക്കാൻ ചില വേദനകൾ നിന്റെ അകത്തേക്ക് കൊണ്ടുവരും, ചില പ്രയാസം നിന്റെ അകത്തേക്ക് കൊണ്ടുവരും. പക്ഷെ നിന്നിലെ മധുരം നഷ്ടമാകത്തില്ല. ആ മധുരം വന്നുകൊണ്ടിരിക്കും, അത് എത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഈ 11ാമത്തെ രാത്രിയിലോ ആ മധുരം ഇതിനകത്ത് വെളിപ്പെടുകയാ. ചിലതിന്റെ കയ്പ് മാറുകയാ, ചില ഭവനങ്ങളുടെ കയ്പ് മാറുകയാ, ചില തലമുറകളുടെ കയ്പുകൾ മാറുകയാ. ഓ, തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളുടെ കയ്പ് സ്വർഗം മാറ്റുകയാ. ദമന രഗദന ഘടക രഗദന വൈശല ഉടവല ചല കേട്ടിക രഥല ഉടവല രഗദല ഘടക രഗദല ഉടവല രഗദല ഘടകല രഗദല ഉടവല വൈശല രാധിക രച്ചല ഉടവല തല കേട്ടിക രാംഫല രഗദല ഉടയ രഗദല ഉടവല വൈശല അതുരാ ജഗന അടവല രഗദല ഉടവല വേദിക രച്ചല രഗദല റൈതാബ് 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 ഊടാവാന വൈഡാ രച്ച ഊടാവാന അർത്തല വട്ടവല അച്ചല ഗട്ടിക രത്തല ഗട്ടിക രമ്പല പടവല ഊടവ രച്ചല രഗടക ജാനക രമ്പല രഗടക ജാനക രമ്പ ഊടപ്പാട തൂടക്കാര ദീപ രച്ച വൈദാ രച്ച റൈതാബ് ചായോ റൈതാബ് ചായോ റൈതാബ് ചായോ റൈതാബ് ചായോ ഉടമലച്ച വടവരാതി ഘടകജാല ഉടമലാതി ഘടകജാല അർത്ഥരച്ച. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അത്തിയിൽ മധുരം വെളിപ്പെടണമെങ്കിൽ അതിനകത്ത് ബലം വേണം. ലൂക്കോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. 13-ാം അധ്യായം. ഒരു ദൂത് ആവർത്തന പുസ്തകത്തിൽ കിടപ്പുണ്ട്. നിന്റെ മുന്തിരിത്തോട്ടത്തിനകത്ത് വേറെ ഒരു വക വിത്ത് എന്ത് ചെയ്യരുത്, കാണരുത്. ആവർത്തനം 22-9 ഒന്ന് വായിച്ചേ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറെ വക വിത്ത് എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? പക്ഷേ മുന്തിരിത്തോട്ടത്തിനകത്തിപ്പോൾ എന്തോ വളരുകയാ, ഫലമുണ്ടാകുമോ? അത്തി എവിടെ ഉണ്ടായിരുന്നത്? ഈ തോട്ടം എന്തായിരുന്നു? മുന്തിരിത്തോട്ടമാ. ആ തോട്ടത്തിനകത്ത് എന്തോ വരാൻ പറ്റുകയില്ല. അത്തിക്ക് വളരാൻ പറ്റുന്നതല്ല മുന്തിരിത്തോട്ടം. മുന്തിരിത്തോട്ടത്തിന് മാത്രമേ മുന്തിരിത്തോട്ടം വളരാൻ പറ്റത്തുള്ളൂ. അവിടെ എന്തോത്തിന് വളർച്ചയില്ല. അത്തി കൊണ്ട് നട്ടു. അടുത്ത വാക്യം വിവരിക്കാം. അവർ അതിൽ ഫലം തിരഞ്ഞ് വന്നു. അടുത്ത വാക്യം എന്തുവാ? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വിഷയം മറക്കരുത്. അത്തിയോട് ചോദിക്കുന്നു, രാജാവാകാമോ? അത്തി പറയുന്നു, മധുരമുണ്ട്,
വിശേഷപ്പെട്ട പഴമുണ്ട്. പക്ഷെ ഇവിടെ തിരയുകയാ. എന്തോ തിരയുകയാ? 11ാമത്തെ രാത്രിയിലും തിരയുന്നു, വല്ലതും ഉണ്ടോയോ ഇല്ലയോ എന്നറിയാൻ. രക്തം 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 രക്തം. 2019 5-ാം മാസം, പ്രൈസ് ദി ലോർഡ്, എത്ര തീയതി? 16-ാം തീയതി. തിരയുന്നു, ഫലമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മധുരം കൊടുക്കേണ്ടുന്ന സമയമായി, തിരയുന്നു, അതിനകത്തുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വേഗത്തിൽ ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകണം. ഉദാഹരണം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. ലേവിയുടെ പേർ എഴുതേണ്ടിയിടത്ത് അഹരോന്റെ പേരെഴുതി ഒരു വടി എവിടെ വന്നു? സാക്ഷ്യകൂടാരത്തിൻ്റെ അകത്ത് കയറിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു ആമേൻ, സ്തോത്രം. ബദാം ഫലം കായ്ക്കണമെങ്കിൽ വൃക്ഷങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. വൃക്ഷങ്ങളുടെ പുസ്തകം. അതിനകത്ത് വൃക്ഷങ്ങളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ഓരോ വൃക്ഷങ്ങൾ ഇത്ര ആണ്ട് കഴിയുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ബദാം ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം വേണം. 12 വർഷം. അത്തിയിൽ 7 വർഷം കഴിയുമ്പോൾ ഫലമുണ്ടാകും. മുന്തിരിയിൽ 5 വർഷം കഴിയുമ്പോൾ ഫലമുണ്ടാകും. ഇനി ശ്രദ്ധിക്കണേ, ഒരു ദൂത് പറയാനാ. സാക്ഷ്യ കൂടാരത്തിൻ്റെ അകത്ത്, പ്രൈസ് ദി ലോർഡ്, അഹരോന്റെ പേർ എഴുതിയ വടി കയറി. പ്രൈസ് ദി ലോർഡ്. ബാക്കി 11 വടി നോക്കുന്നത് ആരെയാ? മിണ്ടുന്നില്ല. ഈ 11 വടി നോക്കുന്ന ആരെയാ? പ്രൈസ് ദി ലോർഡ്. പുതിയതായ ഒരാള് അവതരിച്ചിട്ടുണ്ട്, അവനെ എല്ലാവരും നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഹരോനെ, നിന്റെ വടി അകത്ത് കയറ്റാൻ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാ. എപ്പോ പ്ലാൻ ചെയ്തെന്നറിയാമോ? മോശ കുന്നിന്റെ മുകളിൽ കൈ രണ്ടും ഉയർത്തിപ്പിടിച്ച് നിന്ന ഒരു സമയമുണ്ട്. ഓടിപ്പോയി മോശയ്ക്ക് താങ്ങ് കൊടുത്തത് അഹരോനാ. അന്ന് എഴുതിയിട്ടു, ഇവന്റെ വടി ഞാൻ എവിടെ കയറ്റുമെന്ന്? സാക്ഷ്യ കൂടാരത്തിന്റെ അകത്ത്. പ്രൈസ് ദി ലോർഡ്. മണ്ണുമില്ല, വെള്ളവുമില്ല. എവിടെ? കൂടാരത്തിന്റെ അകത്ത്. എന്തോ ഇല്ല? മണ്ണുമില്ല, വെള്ളവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മറ്റ് 11 പേർ നോക്കുമ്പോൾ ഈ വടി ഉണങ്ങിയ വടിയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 12 വർഷം വേണം. ഹല്ലേലൂയ. ബദാം ഫലം കായ്ക്കണമെങ്കിൽ. എന്നാൽ യഹോവയായ ദൈവം ആ വൃക്ഷത്തെ ഒന്ന് നോക്കി. സ്തോത്രം, 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 സ്തോത്രം. ഈ 11ാമത്തെ രാത്രി ചിലതിനെ നോക്കുക കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആണ്ട് കഴിഞ്ഞല്ല നീ ഫലം കായ്ക്കേണ്ടുന്നത്. വർഷം കഴിഞ്ഞല്ല നീ ഫലം കായ്ക്കേണ്ടുന്നത്. ഇന്ന് രാത്രി നിന്നിലൊരു ഫലമുണ്ട്. പോരാ, ഈ പ്രതികരണം ഇന്ന് രാത്രി പോരാ. ഈ പ്രതികരണം ഇന്ന് രാത്രി ഇത് പോരാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുഡാ രമന രഗദന അടഗ രഗദന ഉടത്തുരാ ജഗരഗടക വൈദലച്ച വൈദലച്ച ഉടച്ചുരാജ വച്ചക്കടക വട്ടലച്ച വൈദലച്ച ഉട്ടവേദി വൈഡവേദി ഉട്ടലച്ച വൈഡികട്ടി ഉട്ടകട്ട വത്തലച്ച ഉട്ടകട്ടി അൽക്കരച്ച. ഇപ്പോൾ ശാന്തനാരഘടക സിയാരഘടക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിയതേ ഉള്ളെന്ന്. പ്രൈസ് ദി ലോർഡ്. ഉണക്ക വടി ഒറ്റ രാത്രി കൊണ്ട് 12 വർഷം വേണ്ട, 12 മാസം വേണ്ട, 12 ദിവസം വേണ്ട, 12 മണിക്കൂർ കൊണ്ട്. എന്നാൽ ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയാ, നൊടി നേരം കൊണ്ട് നിന്നെ
നിന്റെ ജീവിതത്തിൽ ചരിത്രം മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് കഴിയും. നിന്റെ സന്തതിയുടെ ചരിത്രം മാറ്റാൻ കഴിയും. മക്കളെ തള്ളിയിട്ടിരിക്കുന്ന, മക്കളെ നോക്കി ശപിച്ചിട്ടിരിക്കുന്ന ചിലവരെ നോക്കി ആത്മാവ് പ്രവചിക്കുകയാ, നിന്റെ സന്തതി ചില തലങ്ങളിലേക്ക് ഉയരാൻ പോവുക. അടക രഗതന ഹതുര രഗടക അടകല രഗതല രഗടക ശാംഭരാതി അർത്ഥരാജകടകല രഗടക ഉടത്തുരാല വക്ഷസ്കമന രഗതനാതി അടച്ച രഗത്തുരാ രഗടക ശാംഭവാ രഗടക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുകയാ, മക്കൾക്ക് അതിരിട്ടിരിക്കുന്ന ചില മാതാപിതാക്കന്മാരോട് ഇന്ന് രാത്രി അവരുടെ അതിരങ്ങ് പൊളിക്കാൻ പോകുക കർത്താവ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ മകൻ ഇത്രയേ വരത്തുള്ളൂ, എൻ്റെ മകള് ഇത്രയേ വരത്തുള്ളൂ, ഇതിനപ്പുറം കടക്കത്തില്ലെന്ന് ചിലർ ഇട്ടിരിക്കുന്ന അതിര് ആത്മാവ് ഇന്ന് രാത്രി പൊളിക്കുന്ന രാത്രിയാ. പ്രൈസ് ദ ലോർഡ്. ഇനി അഭിഷക്ത ദൈവസഭയോട് ദൂത് പറയാ, ഈ ആരാധന വീക്ഷിക്കാൻ വരുന്നവരുണ്ട്, മാർക്കിടാൻ വരുന്നവരുണ്ട്, ഈ പ്രാർത്ഥന എന്താകുമെന്ന് നോക്കാൻ വരുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലും അങ്ങനെ ഇതിനകത്ത് കയറിയിട്ടുമുണ്ട്. പരിശുദ്ധാത്മ പ്രവചിച്ചു ദൂത് പറയുകയാ. പ്രൈസ് ദ ലോർഡ്. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തെങ്കിൽ, അത് പൂത്തെങ്കിൽ, അത് ഫലം കായ്ച്ചെങ്കിൽ ഈ പട്ടണത്തിനകത്ത് ഇതിനെ ഇനിയും വളർത്തും. പോരാ പോരാ പോരാ. ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ, ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ, ആത്മാവിൽ ആരാധിച്ചു തുടങ്ങ. ഇതിനകത്ത് ചിലത് ഫലം തരാൻ പോവുക, ഇതിനകത്ത് ചിലത് ഫലം പുറപ്പെടുവിക്കാൻ പോവുക. Praise the Lord, praise the Lord, praise the Lord. നമുക്കെല്ലാം ഒരു അതിരിട്ടിട്ടുണ്ട് ശത്രു കേട്ടോ. അതുകൊണ്ടല്ലേ എബേസ് പ്രാർത്ഥിച്ചത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് ഉണ്ടോ, അതിര് പോലും വിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ 99-ാമത്തെ വയസ്സിലാ ഞാൻ നിന്റെ വിഷയത്തിന്മേൽ എൽ ഷദായി, സർവശക്തിയുള്ള ദൈവമാ. ഉടനെ ഒന്ന് ആലോചിച്ചിട്ട് ഈ അബ്രഹാം ദൈവത്തോട് പറഞ്ഞ കാര്യം ഇതാ, എൻ്റെ മുൻപാകെ ഇസ്മായേൽ ജീവിച്ചിരുന്നാൽ മതി എന്ന്. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നുകൂടെ പറയാം. അബ്രഹാമിനോട് 99-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം വന്ന് പറയുകയാ, ഞാൻ നിന്റെ വിഷയത്തിന്മേൽ ആരാ? സർവ ശക്തിയുള്ള ദൈവമാ. ഉടനെ അബ്രഹാം ദൈവത്തോട് പറഞ്ഞ എന്നാ? നിന്റെ മുൻപാകെ ആര് ജീവിച്ചിരുന്നാൽ മതി? അതിരാരിട്ടു? അബ്രഹാമിന്റെ വാക്തത്വങ്ങൾക്ക് ആരതിരിട്ടു? അബ്രഹാം തന്നെ അതിരിട്ടു. അബ്രഹാമേ, നീ ഇട്ട അതിരിന്ന് രാത്രി അങ്ങ് പൊളിക്കണം. അഭിഷക്തന്മാരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് നമ്മൾ അതിരിട്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പൊളിക്കണം. ഇന്ന് രാത്രി മുതൽ പറയണം, എൻ്റെ ശുശ്രൂഷ ഇതല്ല, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതല്ല, ഇതിലും വലുതാ. പക്ഷെ പലപ്പോഴും ഞാൻ തന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് അതിരിടുക. ഇന്ന് രാത്രി ഒന്ന് പറയാമോ? എൻ്റെ സഭയിലെ ആത്മാക്കൾക്ക് വരാൻ തടസ്സമായി ഞാൻ തന്നെ അതിരിടുകയാ. എന്നിലും ശ്രേഷ്ഠന്മാർ ഇവിടെ ഉണ്ട്, എന്നിലും പ്രഗത്ഭന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇത്രയും പേരെ വരത്തുള്ളൂ എന്ന് നീ ഇട്ട അതിരിന്ന് രാത്രി പൊളിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഭാഷയുണ്ട്, പ്രൈസ് ദി ലോർഡ്. ഞാൻ റാന്നിയിൽ വേല ആരംഭിക്കുമ്പോൾ ഞാൻ
ഇങ്ങനെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദുബായിൽ ഷാർജ ആമേൻ IPC ഗിൽഗാൽ സഭയുടെ ശുശ്രൂഷകനായി അപ്പോയിൻമെന്റ് ലെറ്റർ കൈ കിട്ടി. സഭ കാണാൻ ഡിസംബർ മാസത്തിൽ ഞാൻ കടന്നു ചെന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവിടെ കടന്നു ചെന്നു. 100 ചില്ലുവാനം വിശ്വാസികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആമേൻ മർദീഫിലുള്ള കച്ചാണം വർക്കി എബ്രഹാമിന്റെ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറഞ്ഞു. രാത്രിയിൽ കടന്നു വന്നിട്ട്, മോനെ, ഇതല്ല നിന്നെ ഏൽപ്പിച്ച ഇടം. ഞാൻ പിന്നെ ചോദിച്ചു, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഇടം എവിടാ? പ്രൈസ് ദി ലോർഡ്. ഫാമിലി വീസ എല്ലാ സ്റ്റാറ്റസും നമുക്കവർ ആമേൻ സ്തോത്രം എല്ലാം ചെയ്തിരിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ, ഇത് നിന്നെ ഏൽപ്പിച്ചതല്ല. ഭൗതികത്തിൽ നിനക്കൊരു വളർച്ചയുണ്ടാകും, ആത്മീയത മുരടിക്കും. അതുകൊണ്ട് നീ പുറപ്പെടാൻ പറഞ്ഞു. വിസിറ്റ് വീസയിൽ ഞാൻ അവിടെ കടന്നു ചെന്നു സഭ കാണാൻ. ആ സഭയിൽ ശുശ്രൂഷിച്ചു. സഭക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അടുത്ത വാക്കെന്നോട് പറഞ്ഞു, പാസ്റ്റർ ആമേൻ സ്തോത്രം, പാസ്റ്റർക്ക് 1 മാസമില്ലേ, ബാക്കിയുള്ള ദിവസം പുറത്തു മീറ്റിങ്ങിന് പൊക്കോ. ആമേൻ. അത് കഴിഞ്ഞ് പാസ് നാട്ടിൽ പൊക്കോ. ഞങ്ങൾ മെയ് മാസം പ്രാരംഭത്തിൽ പാസ്റ്റർക്ക് വീസ അയച്ചു തരും, പാസ് കയറി വന്നോണം. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇത് നിനക്കൊരുക്കിയ ഇടമല്ല, പുറപ്പെടുക. 7ാമത്തെ ദിവസം ദുബായിൽ നിന്നും ഞാൻ പുറപ്പെട്ടു വീട്ടിൽ വന്നു. എൻ്റെ കർത്താവിനോട് പറഞ്ഞു, മോനെ, റാന്നി പട്ടണത്തിനകത്ത് നിന്റെ സ്വന്തം ദേശത്ത് ഇടമില്ലാത്തിടത്തിടം, വഴിയില്ലാത്തിടത്തു വഴി ഞാൻ നിനക്ക് തരും. നീ വിശ്വസ്തയോടുകൂടി നിൽക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസ്തയോടുകൂടി നിന്നോളാം. അങ്ങനെ റാന്നി പട്ടണത്തിനകത്ത് ഒരു കൊച്ചു പ്രവർത്തനം ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഇന്ന് രാത്രി ഇത് പറയുന്നത്? ആമേൻ സ്തോത്രം. ഞാൻ നിമിത്തം വിടുവിക്കപ്പെടേണ്ടുന്ന ചില കുടുംബങ്ങളുണ്ടായിരുന്നു. ഞാൻ നിമിത്തം അറിയേണ്ടുന്ന, സത്യം അറിയേണ്ടുന്ന ചില കുടുംബങ്ങളുണ്ടായിരുന്നു. ദൈവം എന്നെ ആ പട്ടണത്തിൽ ഒരുക്കി. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, അപ്പച്ച മേത്ര കിടക്കുന്നു. പിന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, തുണ്ടത്തിലെ പ്രിൻസ് തോമസ് കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞു, ബാബു ജോർജ് കിടക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, PC ചെറിയാനും കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്രാപ്തനായ ഞാൻ എന്നാ ചെയ്യും? ഉടനെ കർത്താവിനോട് പറഞ്ഞ മറുപടി ഇതാ, നീ പുറകെ നിന്നാ മതി, നിന്റെ മുമ്പിൽ ഞാൻ നിന്നോളാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, സ്വർഗം ആമേൻ അതിനെ മെല്ലെ മെല്ലെ വളർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുമ്പോൾ IPC പെനിയൽ സഭയിൽ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ. എന്തിനാ ഇന്ന് രാത്രി പറഞ്ഞത്? ആമേൻ. അനേകരെന്നെ ടെലഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സൂണർ പാസ്റ്റർക്ക് ഒരു പൊതു ശുശ്രൂഷയുണ്ട്. പാസ്റ്ററെ, ഇത് തുടങ്ങുന്നത് അബദ്ധമാ. ഞങ്ങൾ ശക്തന്മാരിവിടെ ഒരു ശക്തൻ എന്നോട് വിളിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ടെലഫോൺ എന്നോടാണ് വിളിച്ച് പറയുന്നത്, ഞങ്ങൾ ശക്തന്മാരിവിടെ കിടക്കുന്നു, അതുകൊണ്ടൊന്ന് ആലോചിച്ചിട്ട് വേണം തുടങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. അടുത്ത മറുപടി ആ ശക്തനായ ദൈവദാസനെ ഞാൻ തിരികെ കൊടുത്തു. പാസ്റ്റർ, ദൈവം നട്ടതിനെ ദൈവം വളർത്തുമോ? പുള്ളി ടെലഫോൺ കട്ട് ചെയ്തു. അന്നുവരെ പുള്ളിയുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ എന്നെ പൊതു ശുശ്രൂഷയ്ക്ക് വിളിക്കും. ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നെ പൊതു ശുശ്രൂഷയ്ക്ക് വിളിക്കുമായിരുന്ന ആ സഭ പിന്നെ ഇതുവരെ എന്നെ കേട്ടിട്ടില്ല. അർത്ഥം മനസ്സിലായോ? ഫലം കായ്ക്കുമെന്നറിഞ്ഞു, എറിഞ്ഞൊതുക്കാൻ നോക്കി. ദൈവം നട്ടതിനെ പൊളിപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ദൂത് പറയാം. ആമേൻ. സ്വന്തം ദേശത്തിലെ കർത്താവ് കൊണ്ട് നട്ടത്, പ്രൈസ് ദി ലോർഡ്, ദൈവം മാനിക്കാതിരിക്കത്തില്ല, ദൈവം ഉയർത്താതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒറ്റ രാത്രി കൊണ്ട് ബദാം എന്ത് ചെയ്തു? പറ.
12 വർഷം എടുത്തോ? അഭിഷക്ത 12 വർഷമൊന്നും എടുക്കത്തില്ല ഇനിയും കേട്ടോ. വേഗത്തിൽ പ്രതിക്രിയ ചെയ്യും. ഇതിൻ്റെ വളർച്ച ഇനിയും വേഗത്തിലാണ് കേട്ടോ. ഇതിൻ്റെ വളർച്ച ഇനി താമസിച്ചല്ല, എഴുതിയിട്ടോ വേഗത്തിലാ. തലപ്പാവണിഞ്ഞ പുരോഹിതന്മാർ, അരക്കെട്ട് കെട്ടിയ പുരോഹിതന്മാർ അല്പസമയം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ദൂത കൈമാറുന്നത്. തലപ്പാവണിഞ്ഞ പുരോഹിതന്മാർ, അരക്കെട്ട് കെട്ടിയ പുരോഹിതന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതിനകത്ത് വരുന്ന സുദിനമുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രവചന ശബ്ദത്തിലാണ് ദൂത് പറയുന്നത്. എനിക്കുറപ്പുണ്ട് ദൈവം സാക്ഷിയായി ദൂതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ദൂതൂടെ ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ഹല്ലേലൂയ. ഇനി ആണ്ടും വർഷവും കഴിഞ്ഞല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിനകത്ത് ദൈവം ആത്മാക്കളെ തന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് രോഗശാന്തി നടക്കും, ഇതിനകത്ത് ഭൂതശാന്തി നടക്കും, ഇതിനകത്ത് വിവാഹം നടക്കും, ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിടുതൽ നടക്കും, ഇതിനകത്ത് ആത്മരക്ഷ നടക്കും, ഇതിനകത്ത് നിത്യതയ്ക്ക് വേണ്ടി ചിലർ ഒരുക്കപ്പെടും, ചിലർ യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കും. ഒന്നുകൂടെ ആത്മാവ് പറയുന്നു, വിശുദ്ധിക്ക് വേണ്ടി ഇതിനകത്തുനിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരും. രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുക, അതങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. നോക്കിക്കേ, അത്തിയിൽ ഇപ്പോൾ എന്തോ തിരയുകയാ, ഫലം തിരയുകയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ തിരയുന്നുണ്ട് ഇതിനകത്ത്. അപ്പോസ്തോലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, ഇടയന്മാരായി ദൈവാത്മാവ് ചിലരെ ഇതിനകത്ത് തിരയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ശുശ്രൂഷ വൃന്ദങ്ങളെ ഇതിനകത്ത് തിരയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. കൃപാവരമുള്ള കൊരിന്തു സഭയിൽ കൃപാവരത്തിന് കുറവില്ലായിരുന്നു. കൃപാവര പ്രാപ്തന്മാരെ ഈ സഭയ്ക്കകത്ത് തിരയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓക്കേ, അത്തിയിൽ ഫലം തിരയുക. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, ലൂക്കോസ്. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി, നോക്കിക്കേ, കഴിഞ്ഞ 3 വർഷമായി ഈ സഭയുടെ ജനനം നടന്നിട്ട്, സ്തോത്ര, 4-ാം വർഷത്തിൽ റണ്ണിങ് അല്ലേ, റണ്ണിങ് അല്ലേ, വിടുന്നില്ല നിങ്ങൾ. 4 കഴിഞ്ഞു, 5-ാം വർഷത്തിലേക്ക് കയറി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണമേ, 3 വർഷം ഞാൻ അതിൽ എന്തോ നോക്കി. പ്രൈസ് ദ ലോർഡ്. ഫലം തിരഞ്ഞു. പിന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ല. അടുത്ത വാക്യം. എന്നെ ദൈവാത്മാ ചിന്തിപ്പിക്കുന്നു, ബലമില്ലെങ്കിൽ എന്ത് ചെയ്തോണോ? ബലം ഉണ്ടെങ്കിലോ? പറ. ബലം ഉണ്ടെങ്കിൽ അമ്മാമ പറയുന്നു ചെത്തി വെടിപ്പാക്കണമെന്ന്. നല്ല കാര്യമാണ്. ചില വളം കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ മിണ്ടുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് ഒരു തോട്ടമുണ്ട്. 5 ഏക്കറിനകത്ത് ഒരു വീട്ടിനകത്താണ് ഞാൻ താമസിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. രാവിലെ വെട്ടാൻ വന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഫാസ്റ്റ് മഴ 2-3 കിട്ടി, റബ്ബറിന് അല്പം കൂടെ വളമിട്ടാൽ പാല് കൂടുതൽ കിട്ടും, ഷീറ്റ് കൂടുതൽ കിട്ടും. ഞാൻ പറഞ്ഞ, അച്ഛാ ഇപ്പം ചൂടാ, അതുകൊണ്ട് മഴയൊന്ന് പെയ്താൽ നമുക്ക് എന്തോ ഇട്ട് കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. വളമിട്ട് കൊടുത്താൽ റബ്ബറിന് ബലമുണ്ട്. ഇപ്പം 36 കിട്ടുന്നെങ്കിൽ 46 കിട്ടും, 46 കിട്ടുന്നെങ്കിൽ 56 കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, തിരയുന്നുണ്ട്.
വെട്ടിക്കളയാതെ നിർത്തിയത് ഫലം കായ്ക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാ. പിതാക്കന്മാരോട് ദൂത് പറയാം, സത്യത്തിന് വേണ്ടി ഇറങ്ങി കുറേ കാലമായില്ലേ ഇറങ്ങിയിട്ട് വല്ല ഫലം പുറത്തു വരുന്നുണ്ടോ? വിടുന്നില്ല. നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. മുഖത്തോട് മുഖം നോക്കി ഞാൻ പറയുന്നു, ഇനിയും ഫലം കായ്ച്ചില്ലെങ്കിൽ ഇനിയും നിർത്തത്തില്ല. ആ സ്ഥലം വേറെ കാര്യത്തിന് ആവശ്യമുണ്ട്. വെട്ടിക്കളയുമെന്ന്. വെട്ടി പറഞ്ഞ മനസ്സിലായോ? വെച്ചാ ദൂത് മനസ്സിലായോ? ഫലം കായ്ച്ചില്ലെങ്കിൽ മിണ്ടുന്നില്ല നിങ്ങൾ. അമ്മമ്മമാരെ പറ, ഫലം കായ്ച്ചില്ലെങ്കിൽ, ദൈവസഭയ്ക്കും ഫലം കൊടുത്തില്ലെങ്കിൽ എന്നെ ഭാഷ ഫലം? ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം. ഒന്നുകൂടെ പറയാം, ഞാൻ ഇറങ്ങി അങ്ങ് പറയാം. നീ നിമിത്തം ഒരാളും കൂടെ യേശുവിനെ അറിയാൻ, നീ നിമിത്തം ഒരാളും കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ നീ ഒരു ഫലമാകണം. നിന്നിൽ ഫലം കണ്ടെങ്കിലേ അവർ വരത്തുള്ളല്ലോ. മിണ്ടുന്നില്ല. മനസ്സിലായ സഹോദര? നിന്നിൽ എന്തോ വേണം? ഫലമുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് അവന് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും വൈകിട്ട് പോകുന്നുണ്ട്. നമുക്ക് അവൻ്റെ ഒന്ന് വീക്ഷിക്കാം. മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന് കയറുമ്പോഴായിരിക്കാം ഇവിടെ വരുന്ന ദൈവദാസന്മാർ തലയിൽ കൈവച്ച് ദൂത് പറയുന്നത്. അവൻ പിന്നെ തിരിച്ചു പോകുമോ? നിങ്ങൾ മിണ്ടുന്നില്ല. തിരിച്ചവൻ വീട്ടിൽ പോകുമോ? ഇല്ല, ഇവിടെ വരും. പിന്നെ ഭാര്യയോട് പറയടി, ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ ദുഃഖത്തോടാ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആരാണ്ട് എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ ഭാവി കാര്യങ്ങളും എൻ്റെ ഭൂതകാലവും എൻ്റെ വർത്തമാനകാലം മുഴുവനും പറഞ്ഞു. നമുക്ക് അങ്ങോട്ടങ്ങ് പാ. ഈ പ്രാർത്ഥനയിൽ ദൈവം അങ്ങനെ പറയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയിൽ ദൈവം അങ്ങനെ പറയിപ്പിക്കും. ഇനി ആത്മാവ് ഒരു ദൂതൂടെ പറയുക, ഇതിൻ്റെ ശാഖകൾ ദൈവ ചിലയിടങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. കടുകുമണി എല്ലാ വിത്തിലും ചെറുതാ അല്ലേ? യേശു കർത്താവ് ഉപമ പറയുന്നുണ്ടല്ലോ, കടുകുമണി എല്ലാ വിത്തിലും ചെറുതാ, പക്ഷേ മണ്ണിൽ വിതച്ചു. മണ്ണിൽ വിതച്ചു. എല്ലാ സസ്യങ്ങളിലും. നിങ്ങൾ വായിച്ചിട്ടില്ലേ? മാർക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ സസ്യങ്ങളിലും. നിങ്ങൾ ആ വാക്കൊന്ന് പറ, വലുതായി തീർന്നെന്ന്. എന്തോ തീർന്നു? എന്തുവാ വലുതായി തീർന്നത്? കടുകുമണി മണ്ണിൽ വിതച്ചു. ലോകം നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കടുകുമണി എല്ലാ വിത്തിലും ചെറുതാ. ഇതിനെ വിതച്ചാൽ കൂടിപ്പോയാൽ ഒരടിയെ പൊങ്ങത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതെല്ലാ സസ്യങ്ങളിലും വലുതായി തീർന്നു. അതിൻ്റെ ചില്ലികളിൽ പക്ഷികൾ വന്നെന്തോ വെച്ചെന്നാ? കൂടുകൾ വെച്ചു. ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ 4 വർഷമായി ആമേൻ എവിടെയൊക്കെയോ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ വിതച്ചിട്ടുണ്ട്. ഇന്നിന്ന ഭാഗങ്ങൾ പേര് പറഞ്ഞ് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, വിതച്ചോ വിതച്ചോ, അവിടെയെല്ലാം 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 ആമേൻ സസ്യം വളരുന്നത് കണ്ണാലെ കാണുമെന്ന് ആത്മാവിൽ രാത്രി ദൂത് പറയുക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിനോരോരുത്തർ അംശങ്ങളാകത്തക്കവണ്ണം, ഇതിനകത്ത് ഓരോരുത്തർ അംശികളാകത്തക്കവണ്ണം ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവം തന്ന ചില ദൂത്, വ്യക്തിപരമായി ചിലരോട് ദൂത് പറയാൻ ഈ രാത്രി ദൈവാത്മ തന്നിട്ടുണ്ട്. അതിന് അല്പസമയം ഞാൻ വേർതിരിപ്പാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാ, ഫലം അന്വേഷിച്ചു, ഫലം കണ്ടില്ല. അടുത്ത വാക്യം ലൂക്കോസ് വേഗത്തിൽ. ആ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അത് നിലം നിഷ്ഫലമാക്കാൻ ഒന്നിനെയും കർത്താവ് നിർത്തത്തില്ല. ഫലമുള്ളതിനെ നിർത്തും.
ദൈവാത്മാ പറയുന്നു, ഓടനാവട്ടത്ത് ദൈവം നിർത്തിയിരിക്കുക. ഫലം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടാ നിർത്തിയത്. ഫലം ഉണ്ടാകുമെന്നറിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് നട്ടത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇത് ചെറിയ ഫലമല്ല കൊടുക്കുന്നത്. അനേകർക്ക് മധുരം കൊടുക്കത്തക്കവണ്ണം, അനേകർ വന്ന് വാങ്ങത്തക്കവണ്ണം, അനേകർ വന്ന് കൊണ്ടുപോകത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇതിനെ വലുതാക്കുമെന്ന് ഈ രാത്രി ദൂത് പറയുകയാ. ഉടമലച്ച ഘടകരാധ ഘടകജാല കർത്തുരച്ച വൈതലച്ച വന്തലച്ച വൈതരാതി ഘടകജാല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ. രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുകയാ. പരിശുദ്ധാത്മാവ് എന്നോടൊരു ദൂതൂടെ പറയുകയാണ്, അതിനകത്തും മധുരം കാണും. ഫലമുള്ള വൃക്ഷത്തിനകത്ത് എന്തോ കാണും? പറ എന്തോ കാണും? മധുരം കാണും. ബ്രദർ, നിന്നിലൊരു ഫലമുണ്ട്. മനസ്സിലായോ? നിന്നിൽ എന്തോ ഉണ്ട്. പ്രവചന ശബ്ദത്തിൽ ഒരു ദൂത് കൈമാറാൻ പറയുന്നു, നിന്നിലൊരു ഫലമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ, പ്രൈസ് ദ ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് ആ ഫലം നിന്നിൽ നിന്നും പുറത്തു വരും. വിശ്വസിച്ചു? ഒന്നും കൂടെ ആത്മാവ് പറയുന്നു, നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു അസാധാരണക്കാരനായി ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന്. ചിലരുടെ മുൻപിൽ ചില ചോദ്യ ചിഹ്നമായി നിന്ന് നിൽക്കുകയാ. ആ ചോദ്യ ചിഹ്നം മാറും, നിന്നിൽ വലിയൊരു അനുഭവം വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ദൂത് പറയുകയാ. ശക്തമായി പ്രാർത്ഥിച്ചോണം. ഈ രാത്രിയിൽ തന്നെ ദൈവാത്മാവ് ആത്മീക തലത്തിലൊരു മാറ്റം തന്ന് അടുത്ത ഒരു ലെവലിലേക്ക് ആത്മാവ് നിന്നെ ഉദ്യമിപ്പിച്ച് കയറ്റുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൂടെ പറയുന്നു. ശ്രദ്ധിരെ, പ്രൈസ് ദ ലോർഡ്. 4 ഭിത്തിച്ചുവരിനകത്ത് ഒതുക്കപ്പെടേണ്ടുന്നവനല്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി നീ ചിലതിനെ പൊളിക്കണം. നിന്നെ കടത്തിവിടാതെ, നിന്നെ കയറ്റിക്കൊണ്ടുവരാതെ ഏതൊക്കെയോ ചില മതിൽ കെട്ടുകൾ ഇന്ന് രാത്രി നീ സ്തോത്രം ചെയ്തു. ഈ രാത്രി അതിനെ പൊട്ടിച്ച് ആത്മാവ് നിന്നെ പോക്കിക്കൊണ്ടുവരുമെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുകയാ. ശക്തമായി സ്തോത്രം ചെയ്താണ്, ശക്തമായി സ്തോത്രം ചെയ്താണ്. ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ചില താലന്തുകൾ ഇതിനകത്ത് ഈ രാത്രി വ്യാപാരം ചെയ്യാൻ ദൈവം ചിലരെ ഏൽപ്പിക്കുകയാ. പോരാ പോരാ പോരാ. തുടാരവൽ കടകര ഘടക ശംഭവാര ഘടക ഉട്ടക്കടക ദൂരാ ജഗനാരകത അടകത്തുരവല വട്ടവലച്ചല വേദികരത്തല ഗട്ടികലത്തല ഉട്ടവലച്ചല വട്ടവലത്തല ഗട്ടികലത്തോ ചുടരവലര ഘടക ശബ്ദരാധര ദുരാജലാധരാജലാധരാജലാധരാജല ദുരാജലാധര വൈശലാധരാധരാധര. യെസ് 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 താരബാലബാരബ. യെസ് യെസ് തുടൽ കടകര ഘടക ശബ്ദരാധി ആര ഘടക അർത്ഥൽ കടകര ഘടക ശബ്ദരാധി ആര ഘടക ഓ റാബ ശബ്ദരാധി ആര ഘടക. യെസ് താരാ. Praise the Lord. 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 Ra ba 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 ba. Uta ra ba 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 ba. Pora 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 pora. പരിധിക്കകത്ത് ഒതുങ്ങുകയാ. പരിധിക്കകത്ത് ഒതുങ്ങി പോകുകയാ. പോരാ. രാത്രി കയറി വരണം. വൈത്തുനിസ ഗ്രംബൈ ലൈഥോനിയ റസിക ദോടിക്കനക
വൈശോറിയ ദേൽക്കേഡിയാനസ ആന്തരച്ചസിയ ഉൽക്കരത്തരാദിയ ഉടീമൽക്കമന. ചില അടപ്പുകൾ തെറിയിക്കുന്നു, അടപ്പുകൾ തെറിയിക്കുന്നു, ചില കോൺക്രീറ്റ് പാളികൾ തെറിക്കുന്നു. യെസ്, അകത്തു നൽകിയ ദർശനം അതിന്റെ പൂർത്തീകരണ തലത്തിലേക്ക് ദൈവാത്മായി രാത്രി തള്ളുകയാ. കയറാൻ പറ്റാത്ത, പിടിച്ചു കെട്ടുന്ന അനുഭവങ്ങളെ ഈ രാത്രി ആത്മാവ് ശാസിക്കുകയാ. ചില വിഷയങ്ങളല്ലേ കയറാൻ തടസ്സം. ആത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, നീ കയറും, നിന്നെ കയറ്റും. നീ പ്രയോജനമുള്ള ഒരു വൃക്ഷമാ, ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമാ. നിന്നിൽ ഫലമുണ്ട്. അനേകർ വന്ന് തിരയും, ഫലം കൊണ്ട് പോകത്തക്കവണ്ണം, ഫലം കൊണ്ട് പോകത്തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ അതിനായി ഒരുക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാദൂത് പറയുന്നു. മുൻപിലെ ചില പരാജയങ്ങൾ, മുൻപിലെ ചില തോൽവികൾ ആത്മാവിനോട് പറയുന്നു. ആമേൻ, ആമേൻ. പടുത്തുയർത്തുവാൻ കഴിയാതെ ആമേൻ ഒതുക്കാൻ നോക്കുന്ന ചില വിഷയങ്ങൾ ആത്മാവ് ശാസിച്ച് ആമേൻ ഉയർച്ചയുടെ ഒരു പാന്താവിലേക്ക് ആത്മാവ് കയറ്റുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ മുൻപോട്ട് പോകട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ശ്രദ്ധീര്, അത്തിയിൽ മധുരമുണ്ട്. എല്ലാ അത്തിയിലും എന്തോ കാണില്ല. പ്രൈസ് ദി ലോർഡ്. പൂനായിൽ എൻ്റെ ഒരു സ്നേഹിതൻ കെയ്ച്ചറിയാൻ, കലമ്പുലി IPC സഭയുടെ പാസ്റ്റർ, ബോംബെയിൽ കലമ്പുലി IPC സഭയുടെ പാസ്റ്റർ, അദ്ദേഹത്തിന് പൂനെയിൽ ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്. പൂനെയിൽ 3 ഏക്കർ സ്ഥലം. ആ 3 ഏക്കർ സ്ഥലത്തിനകത്ത് കുറേ ഭാഗത്ത് അത്തി വെച്ച് പിടിപ്പിച്ചിരിക്കുക. അത്തിപ്പഴവും അത്തിയും എനിക്ക് പോയി കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സ്തോത്ര. അതിനകത്ത് ഒത്തിരി അത്തിയുണ്ട്. ഞാൻ ഒത്തിരി അത്തി അന്വേഷിച്ചു. എല്ലാ അത്തിയിലും ഫലമില്ല. കാൽഭാഗം നോക്കിയാൽ, കാൽഭാഗം നോക്കിയാൽ, കാൽഭാഗം നോക്കിയാൽ പ്രൈസ് ദി ലോർഡ് ഫലമില്ല. മുക്കാൽ ഭാഗം എടുത്തു നോക്കിയാൽ അതിനകത്ത് എന്തോ ഉണ്ട്. ഇനി ഒന്നുകൂടെ, വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന സാധനം അത്തിപ്പഴം. അത്തിപ്പഴം പാസ് കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത്തിപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടോ പപ്പ? പോയിട്ട് കുഞ്ഞ് കണ്ണടച്ച് കാണിച്ചു. ഇനിയും വരുമ്പോൾ അത്തിപ്പഴം കൊണ്ടുവരണം, കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ കേരളത്തിൽ കിട്ടും. എവിടാണെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ മാളിലുണ്ട്, ട്രിവാൻഡ്രം എയർപോർട്ടിനടുത്തുള്ള ട്രാവൻകൂർ മാളിലുണ്ട്, ലൂലു ഹൈപ്പർ മാർക്കറ്റിലുണ്ട്, ഇടപ്പള്ളിയിൽ. എല്ലായിടത്തും കിട്ടത്തില്ല. കിലോയ്ക്ക് വിലയുമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് വെറും ഒരു പഴം മാത്രമല്ല, ഇതിനകത്തൊരു വിശേഷതയുണ്ട്. മധുരം കൊടുക്കുന്നതാ, മധുരം കൊടുക്കുന്നതാ. അപ്പോൾ തന്നെ ഇതിനകത്ത് എന്തോ ഉണ്ട്. എന്നാ വിശേഷത! അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വിശേഷപ്പെട്ട പഴമെന്ന് അല്ലേ? മധുരവുമുണ്ട്, വിശേഷപ്പെട്ട പഴവും. അത്തിയെ നോക്കിയ നമുക്ക് അത്തിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കാം, എന്താ നിന്നിലെ വിശേഷത? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഉടനെ ഈ അത്തി നമ്മളെ കൊണ്ടുപോകുന്നത് യെശയ്യാ പ്രവചനത്തിലേക്കാണ്. 38-ാം അധ്യായത്തിലേക്ക് ഒന്ന് പൊക്കെ. 38:21 ഹിസ്കിയാവിൻ്റെ വിഷയം. ശ്രദ്ധിച്ചേ, ഹിസ്കിയാവിൻ്റെ രോഗം മരിക്കത്തക്ക രോഗമാണ്. ആ രോഗം എന്നാ രോഗമാ? ആ രോഗത്തിനൊരു പേരുണ്ടല്ലോ. എന്തായിരുന്നു ആ പേര്? മിണ്ടുന്നില്ല നിങ്ങൾ. പരു.
ഹിസ്കിയാവിന്റെ രോഗം എന്താ? പരുവ. പ്രൈസ് ദ ലോർഡ്. യെശയ്യാ പ്രവാചകനെ ഹിസ്കിയാവിന്റെ വീട്ടിലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഗ്രഹകാര്യ ക്രമത്തിലാക്ക്, മരിച്ചു പോകും. ഞാനും നിങ്ങളുമായിരുന്ന അടി കൊടുത്തു വിട്ടേനെ. പ്രൈസ് ദ ലോർഡ്. അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ അങ്ങനെ ഉണ്ട്, ഇന്നും ഉണ്ട് അങ്ങനെ. സ്തോത്രം. ദാവീദിന്റെ അടുക്കൽ നാഥാം പ്രവാചകനെ വിട്ടിട്ട് പറഞ്ഞത് എന്നാ? വായിച്ചിട്ടില്ലേ? എന്താ വെച്ചാ പറഞ്ഞത്? നീയാണ് ആ മനുഷ്യൻ. ആരെ നോക്കിയ? വിരൽ ചൂണ്ടിയ? സാധാരണക്കാരനെ നോക്കിക്കൊണ്ടല്ല. ദൂതേറ്റെടുത്തു, സമർപ്പിച്ചു. ഒരു കുറവ് ദൂത് നമ്മളോട് പറഞ്ഞാൽ അതിനോട് വിഘടിക്കരുത്. ആ ദൂതിൻ്റെ മുൻപിൽ വിനയപ്പെട്ടോണം. ആ ദൂതം ഏറ്റെടുത്തോണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എനിക്കിന്ന് രാത്രി ഒരു ദൂതുടെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. ദൈവത്തോടാരും വിഘടിക്കരുത്. ദൈവവചനത്തോട് വിഘടിക്കരുത്. ദൈവദാസന്മാരോടും വിഘടിക്കരുത്. മിണ്ടുന്നില്ല. ദൈവദാസന്മാരോട് വിഘടിക്കരുത്. ദൈവവചനത്തോട് വിഘടിക്കരുത്. ദൈവശബ്ദത്തോടും വിഘടിക്കരുത്. വിഘടിച്ചതിൻ്റെ ഫലം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനുഭവിച്ച ഭക്തന്മാർ ഇന്നും പറയാറുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹിസ്കിയാവിനോട് ദൂതൻ, ആമേൻ, യഹോവയായ ദൈവം യെശയ്യാവിലൂടെ ദൂത് പറയുകയാ, ഗ്രഹകാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രായമുള്ള മാതാപിതാക്കന്മാരോടൊരു ദൂത്. നിങ്ങളിപ്പോൾ പ്രായമായിരിക്കുക, വീട്ടിൽ ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വീതമൊക്കെ ഒന്ന് ഞാനിവിടെ ചൊവ്വാഴ്ചയാണ് വൈകിട്ടും പകലും രാത്രിയിൽ ശുശ്രൂഷിക്കേണ്ടത്. എൻ്റെ മമ്മിയുടെ മൂത്ത സിസ്റ്റർ, എൻ്റെ മമ്മി ആദ്യം മരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ മമ്മിയുടെ മൂത്ത സിസ്റ്റർ 86 വയസ്സുണ്ടായിരുന്നു. അവരും ബന്ധക്കോസിലാണ്. പുള്ളിക്കാരി 2 വർഷമായിട്ട് ബെഡിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടെ മമ്മിയുടെ സിസ്റ്ററായതുകൊണ്ട് കാണാൻ പോയി. ഞാൻ കാണാൻ പോയപ്പോൾ അവിടുത്തെ ഒറ്റ മകനേ ഉള്ളൂ, മോനിച്ചാനോട് പറഞ്ഞു, മോനിച്ച ആ താഴെ അല്പം മണ്ണെടുത്ത് കവറിനകത്ത് കിട്ടി അമ്മാമ്മയുടെ ആ തലമണയുടെ ഇടയിൽ അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. മണ്ണ് കെട്ടി എന്ത് ചെയ്യണം? കവറിനകത്ത് കെട്ടി എവിടെ കൊണ്ടുവെക്കണം? കാരണം മണ്ണ് കണ്ടിട്ട് അങ്ങ് പൊക്കോട്ടെ. പ്രൈസ് ദ ലോർഡ്. മണ്ണേന്നുള്ള പിടി എന്ത് ചെയ്തിട്ടില്ല? വിട്ടിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം അത് ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ അങ്ങ് മരിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗമാണ്. അപ്പോൾ ഹിസ്കിയാവിനോട് പറയുകയാ, നിന്റെ ഗ്രഹകാര്യം എന്ത് ചെയ്യണം? ഇല്ല പിള്ളേർ തമ്മിൽ അടിക്കുമെന്ന്. ഇന്ന് പല വീടുകളിലും പിള്ളേർ തമ്മിൽ അടിക്കുകയല്ലേ? നിങ്ങളുടെ സ്വോത്രമെല്ലാം പോയി. ഇന്ന് ചേട്ടനും അനിയനും പെങ്ങന്മാർക്കും തമ്മിൽ എന്തോ ഇല്ല. സ്വോത്രം പറ. ഇതൂടെ പറയാനാണ് ഞാൻ റാന്നിന്ന് വന്നത്. ബ്ലെസ്സിങ് മാത്രമല്ല, ഇതൂടെ പറയാനാണ് ഞാൻ വന്നത്. പിള്ളേർ തമ്മിൽ അടിക്കാതിരിപ്പാൻ പ്രായമുള്ള അച്ചാമാരോടും അമ്മാമ്മമാരോടും മക്കൾക്കുള്ളതങ്ങ് വീതം വെച്ചേക്കണേ. ഇല്ല പിള്ളേർ തമ്മിൽ അടിക്കും. ഞങ്ങൾ പെന്തിക്കോസ് അവരാ കൂടുതൽ അടിക്കുന്നത്, ശ്രദ്ധിച്ചോ? പ്രവാചകൻ പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കോ, മരിച്ച് ദൂത കയറി പറഞ്ഞു, തിരിച്ചിറങ്ങി. വീണ്ടും ദൂതനൊരു തള്ള് അകത്തോട്ട് ഒന്നുകൂടെ ഒന്ന് കയറ്. എന്തിനാ തിരിച്ച് യെശയ്യാവിനെ കയറ്റിയത്? ദൂത് തിരുത്താൻ കയറ്റിയതല്ല. പ്രൈസ് ദ ലോർഡ്. ഹിസ്കിയാവ് ഇത് കേട്ടിട്ട് ചുവരിനോട് തിരിയുന്നത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ പറഞ്ഞു, ഇല്ല 15 വർഷം കൂടെ. പക്ഷേ പരുപോയില്ല. മനസ്സിലായില്ല? ആയുസ്സിനെ ദീർഘമാക്കി, പക്ഷെ രോഗം എന്ത് ചെയ്തില്ല? പോയില്ല. ഈ
ഹിസ്കിയാവിന് ആലയത്തിലൊന്ന് പോകണം. ആലയത്തിൽ പോകണമെങ്കിൽ എന്തോ സൗഖ്യമാകണം. പറഞ്ഞേ ഒരടയാളം വേണ്ടേ ഹിസ്കിയാവിന്? വേണ്ടേ? ഹിസ്കിയാവ് അടയാളം ചോദിച്ചു. ഹിസ്കിയാവ് അടയാളം ചോദിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്തേ. 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 6 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. ഒരത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീൻ. കൊണ്ടുവന്നു. എന്തോ ചെയ്തു? യെശയ്യാവ് പറഞ്ഞു എന്തോ ഇവിടെ ആവശ്യം. ഇവിടെ ഇപ്പോൾ പ്രൈസ് ദി ലോർഡ് മരുന്ന് കരിയുവാൻ മറ്റൊന്നല്ല ആവശ്യം. ഇവിടെ ആവശ്യം അത്തിപ്പഴം ആവശ്യം. ഇതൊരു വിശേഷപ്പെട്ട പഴമാ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഒരു ദൂത് ഈ രാത്രി പറയാൻ പറയുന്നു. അകം മുറിഞ്ഞ് ഒത്തിരി പേരിനെയും വരൂടെ. ഇന്ന് രാത്രി അകം മുറിവോടെ വന്ന ചിലർ ഇതിനകത്തുണ്ട്. അവരോടൊരു പ്രവചന ദൂത് ഞാൻ പറയാം. ഇന്ന് രാത്രി നിങ്ങളുടെ മുറിവ് ഈ അത്തിപ്പഴം കൊണ്ട് കെട്ടും കർത്താവ്. മക്കളെ ഓർത്ത് വേദനിക്കുന്ന വിഷയം, കുടുംബത്തെ ഓർത്ത് വേദനിക്കുന്ന വിഷയം, പ്രൈസ് ദി ലോർഡ് ആരാധിക്കുന്ന സഭയെ ഓർത്ത് വേദനിക്കുന്ന വിഷയം, തുടർമാനം തലമുറയുടെ പഠനകാര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്ന വിഷയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാത്രി ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ആ അത്തിപ്പഴം കൊണ്ടുവന്നത് അത് വെച്ചൊന്ന് കെട്ടാനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ഹിസ്കിയാവ് യെശയ്യാവോട് ചോദിക്കുന്നു, ഞാൻ സൗഖ്യമായതിനൊരു അടയാളം വേണമല്ലോ. വായിച്ചേ മകളെ. 2 രാജാക്കന്മാർ 20-ന്റെ 7-ാം വാക്യം വായിര്. അടുത്തത് പരുവിന്മേലിട്ടു, അവന് സൗഖ്യമായി. അടുത്ത വാക്യം, ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കിയതിന് ഞാൻ 3-ാം ദിവസം ആലയത്തിൽ എനിക്കൊരടയാളം വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഈ 11-ാമത്തെ രാത്രിയിൽ അടയാളം ചോദിച്ചാരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രി ഒരു അടയാളം വേണമെന്ന് ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, കർത്താവേ എൻ്റെ വിഷയത്തിന് ഇന്ന് രാത്രിയോടെ അടയാളം കാണിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ടോ? അവരോട് ഒരു ശബ്ദം ഇന്ന് രാത്രി പറയുന്നു, അടയാളം കാണാതെ ഈ കെട്ടിടം വിട്ട് നീ പോകത്തില്ല, ഈ ടെന്റ് വിട്ട് നീ പോകത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കരം തട്ടി അന്യഭാഷയിൽ അല്പസമയ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എന്നോട് ഇന്ന് രാത്രി പ്രവചിച്ച് പരിശുദ്ധാത്മാവിന് ദൂത് പറയാൻ പറയുന്നു. ഞാൻ അതുകൊണ്ടങ്ങ് പറയുക, ഈ 11-ാമത്തെ രാത്രി, ഇനിയും 11-ാമത്തെ രാത്രി കഴിയാൻ നമ്മുടെ മുൻപിൽ 4-5 മണിക്കൂർ മുൻപിലുണ്ട്. ഒറ്റ ദൂത് പറയാൻ പറയുന്നു. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ചില വിഷയത്തിന് അടുത്ത ചില മണിക്കൂറുകൾക്കകം എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, അടുത്ത ചില മിനിറ്റുകൾക്കകം ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് തൻ്റെ കരം വെച്ച്
നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ഒരത്ഭുതം ചെയ്യുന്നു എന്ന് ഈ രാത്രി തൂതു പറയുക. യേശു ക്രിസ്തുവിന്റെ നാമത്തില്, 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 യേശു ക്രിസ്തുവിന്റെ നാമത്തില് നിന്റെ ഭൗതിക വിഷയത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ഉപജീവന മാർഗത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മ പറയുക, അടുത്ത ചില മിനിറ്റുകൾക്കകം എവിടെയൊക്കെ ചില വിടുതലുകൾ പരാജയം മാറുകയാ, തോൽവി നിന്നെ വിട്ട് ഓടുകയാ. എത്ര പരിശ്രമിച്ചിട്ടും എത്ര കരകയറാൻ നോക്കിയിട്ടും സാധിക്കാതെ പിടിച്ചമർത്തുന്ന ചില പിടികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിച്ഛേദിക്കുകയാ. In the name of Jesus, in the name of Jesus. Shanturajaradarajalathi. Praise the Lord, 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 praise the Lord. Ramana Shambarajara. എന്നെ വിഷിക്കുന്ന ചില വ്യക്തികളോട് ആത്മാവിന്ന് രാത്രി തൂതു പറയുകയാ. ചില പിടികൾ വിച്ഛേദിക്കുന്ന രാത്രി നീ ഉയരാതിരിപ്പാൻ, ആത്മീയ തലത്തിൽ നീ തഴയ്ക്കാതിരിപ്പാൻ, നിന്നിലൊരു ഫലം വെളിപ്പെടാതിരിപ്പാൻ നിന്നെ പിടിക്കുന്ന ഒരു പിടി, ഒരാകർഷണം ഇന്ന് രാത്രി ആത്മാവ് അതിനെ വീഴ്ചാതിക്കുക, വീഴ്ചാതിക്കുക, വീഴ്ചാതിക്കുക. ആത്മാവിൽ പോരാടി കയറച്ച, ആത്മാവിൽ പോരാടി കയറ. ഇന്ന് രാത്രി അതിന്മേൽ വീടുവാൻ പ്രവചന ശബ്ദത്തിൽ ഒരു ദൂത്. പർവ്വതങ്ങൾക്ക് വളർച്ചയില്ല, ഉണ്ടോ? മിണ്ടുന്നില്ല. പർവ്വതങ്ങൾക്ക് എന്തോ ഇല്ല ബ്രദറെ. വർഷം ചെല്ലും തോറും പർവ്വതം എന്ത് ചെയ്യുക? പറ. അതുപോലല്ല, മഴ പെയ്യും, ആമേൻ, വെയിലുണ്ടാകും, ഉറവയുണ്ടാകും, മലയുടെ വളർച്ച താഴേക്കാകുകയാണ്. ഒരു ദൂത് പറയാൻ പറയുന്നു. ഈ മലയുടെ ചുവട്ടിൽ സക്കറിയ പ്രവാചകൻ ഒരു കൊഴുന്ത് കൊണ്ട് നട്ടു. ഒരു ദൂത പറയുന്ന അഭിഷക്തന്മാരുടെ ദൂത്. എന്താ കൊണ്ട് നട്ടത്? ഒരു കൊഴുന്ത് വൃക്ഷം കൊണ്ട് നട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ കൊഴുന്ത് വൃക്ഷം വെളിപ്പാടാ, പർവ്വതങ്ങൾക്ക് മുകളിൽ പോകും. ഈ സ്തോത്രമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഈ കൊഴുന്ത് എവിടെ പോകും? എവിടെ പോകും? പർവ്വതങ്ങൾക്ക് മുകളിൽ പോകും. ഇത് മനസ്സിലാക്കി ശത്രു ഈ കൊഴുന്തു വൃക്ഷത്തിൻ്റെ അടുക്കൽ ചോല കൊണ്ട് നട്ടു. ചോല. ചോലയുടെ പ്രത്യേകത മറയ്ക്കുന്നതാ. എന്തിനെ മറയ്ക്കുന്നതാ? കൊഴുന്തുകളെ മറയ്ക്കുന്നതാ. ദൂത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? സക്കറിയ പ്രവചനത്തിലൊരു ദൂതാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിലെ വിഷയമാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ വിഷയം തന്നെ കൊഴുന്തും ചോലയും 4 കൊല്ലന്മാരും 4 കൊമ്പുകളും ഒക്കെയാ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഈ ചോല വെട്ടണമെങ്കിൽ സക്കറിയ പ്രവചനം 1-ാം അധ്യായത്തിൽ 4 കൊല്ലന്മാർ എഴുന്നേക്കണം. സഭയോട് വന്ന ദൈവദാസന്മാരുടെ ദൂത്, നീ പർവ്വതങ്ങൾക്ക് മുകളിൽ പോകുമെന്ന് ലോകത്തിലെ ശക്തികൾ മുഴുവനും അറിഞ്ഞു. പോകാതിരിപ്പാൻ
ഈ ലോകത്തിലെ ദൈവം കൊഴുന്തുകളുടെ ഇടയിൽ ചോല കൊണ്ട് നട്ടു. ഈ പ്രാർത്ഥന വെട്ടുക മാത്രമല്ല, അതിൻ്റെ വേരുടെ പിഴുതെടുക്കണം. അഭിഷക്ത, സഭയോടൊരു ദൂതോടെ പറയുന്നു, ഇത് പർവ്വതങ്ങൾക്ക് മുകളിൽ പോകും. ഇടുന്നില്ല. ഓടനവട്ടംകാര് മറ്റ് സഭകളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇതിനകത്തുണ്ടായിരിക്കുക. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയുന്നു, ചിലതിൻ്റെ മുകളിൽ ഇത് കയറാൻ പോവുക. എന്നാൽ ഒരു നിങ്ങൾ ആത്മാവിൽ പോരാടി കയറേണ്ടുന്ന ഒരു തലമുണ്ട്, ചോലയുണ്ട്. എന്തോ ഉണ്ട്? ചോലയുണ്ട്. ചോലയുണ്ടെങ്കിൽ ചോലയെ വെട്ടാൻ ഞാൻ പകൽ പറഞ്ഞു വാക്കത്തി വേണം. പകല് പറഞ്ഞത് കൊഴുക്കള് വാളാകണം. വാളെന്താകണം? കൊഴുക്കളാകണം. വാക്കത്തി കുന്തമാകണം. കുന്തം വാക്കത്തിയാകണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും പ്രവാചകൻ ഇരമ്യാവിനോട് ചോദിക്കാമെങ്കിൽ ഇരമ്യാവ് പറയും, ഇത് രണ്ടുമല്ല വേണ്ടുന്നത്, വെൺമഴുവാ വേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ ആത്മാവ് ദൂത് പറയുന്നു. യെശയ്യാവ് 2:4. ആമേൻ. വേഗത്തിലൊന്ന് വായിച്ചേ. യെശയ്യാവ് 2:4. യോവേൽ പ്രവചനത്തിലും അതേ വാക്യം കിടപ്പുണ്ട്. അടുത്ത വാക്യം, അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ. കുന്തം എന്താകണം? ഇവിടെ ചോല വെട്ടണമെങ്കിൽ കുന്തമല്ല ആവശ്യം, വാക്കത്തിയ. ഒന്ന് ആമേൻ പറയുന്നേ. കുന്തമല്ല വേണ്ടുന്നത്, അവിടെ വേണ്ടുന്നത് എന്താ? വാക്കത്തിയ. കുന്തം എവിടെ വേണ്ടുന്നെന്ന് ചോദിച്ചാൽ, ആന്തരികമായി മുറിവുകളേറ്റിരിക്കുമ്പോൾ ഈ കുന്തം പാഞ്ഞു പോകുന്നതാ. പ്രവാചകൻ യെശയ്യാവ് 55:11, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് വെറുതെ എന്റെ അടുക്കൽ വരികയില്ല, ഞാൻ അയച്ച കാര്യം ഇന്ന് രാത്രി വചന കുന്തമായി പുറപ്പെടുകയാ. ഇനിയും ആമേൻ. എബ്രായ ലേഖനം 4:12, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനെ കാട്ടിലും മൂർച്ചയേറിയതാ, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും. അവിടെ കുന്തം ആവശ്യം. വാർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. ഇന്ന് രാത്രി കുന്തം വചനമായി പായുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചോല വെട്ടണമെങ്കിൽ കുന്തം വാക്കത്തിയാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുന്തം വാക്കത്തിയാക്കണം. നീ വേദനപ്പെട്ടിരിക്കുന്ന, നിനക്ക് പോയി പ്രവർത്തിക്കാൻ കഴിയാത്തടത്ത്, നിനക്ക് ചെന്നെത്താൻ കഴിയാത്തടത്ത് വിടുതലായി പുറപ്പെടണമെങ്കിൽ വാക്കത്തി പോയാൽ പോരാ, കുന്തമായി പോകണം.